ഭാര്യ കൊണ്ട് ബാങ്ക് കൊണ്ടുപോകണേ. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ്, ഒരു കാര്യം ഉണ്ടായിട്ടല്ല. നീ എന്താ ബിരിയാണി ഉണ്ടാക്കണ? ഒരു ഗ്ലാസ് കട്ടൻ ചായ അല്ലേ? ഇത് അമ്മ മരിച്ചപ്പോ അച്ഛനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് അറിയിക്കേണ്ട കാര്യമില്ല. പിന്നെ നീ പിടിച്ച് കെട്ടിച്ചിട്ട് വേണ്ടേ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കെട്ടായിരുന്നു. നിന്നെ ഓർത്തിട്ടാ ഞാൻ കെട്ടാതിരുന്നത്. ഓ, കെട്ടാ ഞാൻ നന്നായി, നല്ല ആരോഗ്യമാണല്ലോ. അപ്പൊ പ്രായം എത്രയില്ല? എനിക്ക് വേണമെങ്കിൽ ഒന്നിനെ കെട്ടിക്കൂടെ? ഞാൻ കെട്ടണ ആലോചിക്കാം. ആദ്യം അച്ഛനെ ചായ കുടിച്ചേ. ചായക്ക് വേണ്ടിട്ടില്ല, നേരത്തിന് ഗുളി കഴിക്കണം. അപ്പൊ സമയം എത്രയായി? മിണ്ടാതെ ഇരിക്കി, എടുത്തു തരാം. ഉണ്ടാക്കിട്. രാവിലത്തെ അല്ലേ ഇത്? ആ, രാവിലത്തെ കൊണ്ടുതരുന്ന സമയം 9 മണി. ഇതെന്താ ഒരെണ്ണം? 2 എണ്ണം കൊണ്ടാ? ഒരെണ്ണം കഴിക്ക്, വേദന കൂടുതലുണ്ടെങ്കിൽ 2 എണ്ണം കഴിച്ചാൽ മതി. എൻ്റെ പ്യാര്യ നല്ല വേദന ഉണ്ടടാ. രാവിലെ തൊട്ടിട്ട് ഈ പുറം ഉരുണ്ട് കയറി വരികയാണ്. 2 എണ്ണം എടുക്ക്. അച്ഛൻ നമ്പർ കാണിക്കല്ല, അച്ഛൻ്റെ വേദന എന്താണെന്നൊക്കെ എനിക്കറിയാം. ഇത് വയറ് നിറച്ച് തിന്നേണ്ട സാധനമല്ല. ഇതെന്ത് ചൂടാണത്? അച്ഛൻ എന്തീ കാണിച്ചത്? ആ തിളച്ച വെള്ളത്തിലാണോ ഗുളിക കഴിച്ചത്? പിന്നെ അച്ഛൻ തിളച്ച വെള്ളത്തിൽ ഗുളിക കഴിച്ചാൽ അത് അലിയൂല. മജ്ജല മാംസത്തിൽ എവിടെയെങ്കിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കും അത്. അപ്പൊ അത് ആദ്യം പറയണ്ടത്. ഇന്നത്തെ കുഴപ്പമില്ല, കുടിച്ചോ അത്. എന്താ കുഴപ്പമുണ്ട്? എന്ത് കുഴപ്പം? ഇവിടെ പറ്റി പിടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ വേദനിച്ചിട്ട് വയ്യ. ഞാൻ വെറുതെ പറഞ്ഞാണ്, ഒരു പറ്റിപ്പിടുത്തൂല്ല. കൈവിട്ടെ. അല്ല, ശ്വാസം കിട്ടുന്നില്ല കേട്ടോ. അയ്യോ അയ്യോ, പാരി പിടിക്കടാ. ശ്വാസം കിട്ടുന്നില്ലടാ. ഇവിടെ പിടിച്ചു. ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. ഇപ്പൊ ഇത്ര നേരം വെറുതെ ഇവിടെ ഇരുന്ന് വെച്ചല്ലേ? ചായ ഇത്തിരി കുടിച്ചേ. വേണ്ട വേണ്ട, ചായ ഇറങ്ങില്ല. ചായ ശ്വാസം കിട്ടുന്നില്ല. ഒരു വണ്ടി വിളിച്ചാടാ. എന്തിനാണ്? ആശുപത്രി പോകാനുള്ളതൊന്നും ഇല്ല. ഇപ്പൊ ഇത്തിരി നേരം കിടക്കുക. ഞാൻ ഫാൻ ഇടാ, ഒന്ന് കാറ്റ്. വേണ്ട വേണ്ട, ഉരുണ്ട് കയറുണ്ട്. വണ്ടി വണ്ടി വിളിക്കടാ. ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ, പൈസ എടുക്കട്ടെ. പൈസ ഒന്നും വേണ്ട. എന്റെ ഇൻഷുറൻസിന്റെ കാർഡ് എടുത്താ മതി. അജ്ജലൊട്ടി പിടിച്ചിട്ടുണ്ട് തന്നെ തോന്നുന്നു. കുഴപ്പമുണ്ട് ഡോക്ടറെ? കുഴപ്പമുണ്ട് സിസ്റ്ററെ. പിന്നെ എൻ്റെ പേഴ്സ് ഞാൻ എടുത്തില്ല. വണ്ടിക്കുള്ളിലാണോ അതോ വീട്ടിൽ നിന്ന് ഞാൻ എടുത്തില്ലോ? മറന്നു, കാണാനില്ലല്ലോ. മറന്നല്ലോ. ഇവിടെ ഉണ്ട്. വൈകിട്ട് പോകുമ്പോ പച്ചക്കറി മേടിച്ചോണ്ട് പോണേ. ഈ വൈഫ് ചീത്ത വിളിക്കും. അച്ഛനും നോക്കട്ടെ. വലിക്ക്. തന്നോടല്ല സിസ്റ്റർ, കുറച്ചുകൂടെ ഒന്ന് ബാക്കിലോട്ട്. ഇതൊന്ന് മതി മതി സിസ്റ്റർ. ഇനി വലിക്ക്. തന്നോടാ പറഞ്ഞ വലിക്കാൻ. ഞാൻ അവിടെ വലിക്ക്. കുഴപ്പമില്ലേ? എന്നെ ബൈക്കിൽ നിന്ന് വീഴുന്നതാണോ? ബൈക്കിൽ നിന്ന് വീഴുന്നതല്ലേ? ബൈക്കിൽ നിന്നൊന്നും വീണിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ സൈക്കിൾ എന്ന് പറഞ്ഞ വീണിട്ടുണ്ട്. അതൊരു 12 വയസ്സില്. അതിന്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അതല്ല. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം? അടിവയറ്റിൽ നിന്ന് ഒരു ഉരുണ്ട് കയറ്റവും അള്ളി പിടിച്ചൊരു വേദനയാണ്. ഇയാക്കോ? എനിക്കല്ല, അച്ഛന്. അച്ഛൻ്റെ കാര്യം അച്ഛൻ പറയും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു വേദന, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വേദന ഇവിടേക്ക് വരും. ഇവിടെയാണോ? ഇവിടെ അവിടെ തന്നെ. അവിടെ വേദനയ്ക്കും ഉരുട്ട് കയറും. ചില സമയത്ത് ഈ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എന്തോ ഒന്ന് ഉരുണ്ട് കയറി വന്നിട്ട് ഒന്ന് ഗ്യാസ്, അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വെളിവില്ല. ഇപ്പൊ വെളിവുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഓ, പിന്നെ ഭക്ഷണമൊക്കെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിശപ്പില്ല. ഇല്ലാത്ത കാര്യം ഡോക്ടറോട് പറയല്ലേ, ആവശ്യമുള്ളത് മാത്രം പറ. അച്ഛൻ പറയട്ടെ. ഇന്നിപ്പോ കാലത്ത് എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. 6 പൊറോട്ട 1.5 ബീഫും ഞാൻ മേടിച്ചു കൊടുത്താണ്. അത് കഴിച്ചു വന്നിട്ട് വിശപ്പില്ലെന്ന് പറഞ്ഞു. അതിപ്പോ എത്ര വിശപ്പില്ലെങ്കിലും നല്ല ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ആരും കഴിക്കും. പിന്നെ എപ്പോഴാണ് ഈ വിശപ്പില്ലായ്മ വരണത്? ഇപ്പൊ കഞ്ഞിയും പയറൊക്കെ വെച്ച് തന്നാൽ ഒട്ടും വിശപ്പില്ല. ദിവസവും കോഴിയും ബീഫൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റുമോ? രാത്രി കഞ്ഞിയും പയറാണ് ഇഷ്ടം, അപ്പൊ അത് വെച്ച് കൊടുക്കും.
വയസ്സ് എത്ര എന്ന് പറഞ്ഞ 68. അല്ല 64. എത്ര ഇപ്പൊ? അച്ഛൻ പറയണ എഴുതിക്കോ, നോണയാണ്. അപ്പോ നമുക്കൊരു എൻഡോസ്കോപ്പ് ചെയ്യാം. വേണ്ടേ? വേണ്ടേ? വേണം. അല്ല ഇങ്ങനെ വാങ്ങിച്ചപ്പോ. പിന്നെ ഞാൻ കുറച്ച് ഗുളിക എഴുതും. അത് ഇച്ചിരി കൂടിയ ഗുളിക, വില കൂടും. അത് കുഴപ്പമില്ല. എനിക്ക് ഈ മറ്റേ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാർഡില്ലേ, അതുണ്ട്. കാർഡുണ്ട്. ഫാമിലി കവറേജ് ഉണ്ട്. അപ്പൊ മറ്റേ ഫ്ലാസ്കും ചുറ്റുപാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാ? അതെന്തിനാ? അല്ല 24 മണിക്കൂറെങ്കിലും അഡ്മിറ്റ് ആവണം, എന്നാലേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അയ്യോ അത് വേണ്ട സിസ്റ്ററെ. ഒരു 10,000 രൂപയൊക്കെ ബില്ല് വരുമെങ്കിൽ ഞാൻ പൈസ അടച്ചോളാം ഇപ്പൊ തന്നെ. ഉണ്ടാതിരിക്കും അവിടെ. കാശിന്റെ വില അറിയില്ല എനക്ക്. അച്ഛൻ പറഞ്ഞത് ശരിയാന്ന്. കാരണം വെച്ചാൽ വർഷം നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് പൈസ അടയ്ക്കയില്ലേ. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയൊക്കെ വേണം യൂസ് ചെയ്യാൻ. അതല്ല യൂസ് ചെയ്യണതിന്റെ അല്ല, അച്ഛൻ എന്താണെന്ന് നോക്കിയിട്ട് പൈസ ഇപ്പൊ തന്നെ അടച്ച് പോകാല്ല. അതല്ല, അച്ഛനെ ആദ്യം നമ്മളൊരു കൊളോണോസ്കോപ്പി ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതിന് അനസ്തേഷ്യയൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനൊരു 2-3 ദിവസം വേണ്ടി വരും. എന്റെ ഒക്കെ ആവശ്യമുണ്ടാ? അല്ല 2-3 ദിവസം ബില്ല് ഇൻഷുറൻസ് കമ്പനി അടയ്ക്കുള്ളൂ. അല്ല ബില്ലിന്റെ അല്ല സിസ്റ്റർ, അച്ഛന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല ഇവിടെ ആള് വേണ്ട, ഞാൻ നോക്കിക്കോളാം. പിന്നെ സിസ്റ്റർ അച്ഛനില്ലാത്തതാണ്. അപ്പോൾ സിസ്റ്റർ അച്ഛനെ നോക്കുമ്പോൾ നോക്കിക്കോളൂ കേട്ടോ. 3 ദിവസം കിടക്കേണ്ടി വരുമെന്നാ പറയണ എല്ലാം നോക്കാൻ. അല്ല എന്താ സുഖം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു സൗകര്യം ഇല്ലടാ മോനെ. മോൻ ധൈര്യമായിട്ട് പൊക്കോ. പിന്നെ വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? വേറെ ഈ ശ്വാസം മുട്ടുണ്ട്. ശ്വാസം മുട്ടുണ്ടല്ലേ? അതൊക്കെ ഇടക്കിടക്ക് ഉള്ളു ഡോക്ടറെ. ഇടയ്ക്കിടയ്ക്കുള്ള ശ്വാസം മുട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ECG എടുക്കാം. സാറേ അപ്പൊ എക്കോയും കൂടെ വേണ്ടി വരും. അയ്യോ, എക്കോ എടുക്കണമെങ്കിൽ പിന്നെ TMT വേണ്ട സിസ്റ്ററെ. വേണം. TMT. അപ്പോൾ TMT ട്രെഡ്മിൽ ടെസ്റ്റ്. അപ്പം ECG, എക്കോ, TMT. പിന്നെ ഈ കുളിമുറിയിൽ കുളിക്കാനായിട്ട് കയറുമ്പോൾ മൂത്രശങ്ക വല്ലതും ഉണ്ടോ? ഉണ്ടല്ലേ? മൂത്രമൊഴിക്കാൻ തോന്നും. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഡ്നിയുടെ ഫംഗ്ഷൻ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതെല്ലാവർക്കും ഉള്ളതല്ലേ ഡോക്ടറെ? ബാത്റൂമിൽ കയറി കഥ കടച്ചൊന്നും മൂത്രമൊഴിക്കാൻ തോന്നാത്ത ആർക്കാണ്? അതൊക്കെ അച്ഛൻ്റെ ഓരോ തോന്നലാണ്. തോന്നലാണെങ്കിൽ തലച്ചോറിന് എന്തോ പ്രശ്നം ഉണ്ടാവും. ആണെങ്കിൽ നമുക്കൊരു MRI കൂടി എടുക്കേണ്ടി വരും. സാറേ അപ്പൊ EG കൂടെ വേണ്ടേ? സോറി സിസ്റ്റർ, ഞാൻ വിട്ടുപോയി. EG എടുക്കേണ്ടി വരുമല്ലോ. വേണം. അപ്പോൾ EG, MRI. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനെ 3 ദിവസം കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റില്ല. നമുക്ക് ഈ ടെസ്റ്റ് എല്ലാം നടത്തണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും അച്ഛനെ ഇവിടെ കിടത്തേണ്ടി വരും. എന്ത് പറയുന്നു? അതെ, എന്തെങ്കിലും തൽക്കാലമുള്ള ഒരു ഗുളിക എഴുതി തന്നാ വാങ്ങി വീട്ടിൽ പോയി കഴിച്ച് നോക്കിയിട്ട് ചെയ്താൽ പോരെ? മതിയോ? അതെന്തിനാ അങ്ങനെ? അസുഖം എന്താന്ന് തിരിച്ചറിയണല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ മറ്റേ മെഡിക്കൽ ഇൻഷുറൊക്കെ ചേർന്നത്. 2 ആഴ്ച കിടക്കേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. ഇല്ല, ഇപ്പോൾ ഒരാഴ്ച മതി. ഒരാഴ്ച കിടന്ന് നമ്മൾ അച്ഛനെ മിടുക്കനാക്കി അങ്ങ് തിരിച്ചു. അപ്പൊ അസുഖം എന്താന്നൊക്കെ അറിഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ? പേടിക്കണ്ടേ, എല്ലാം ഞങ്ങൾക്ക് ശരിയാക്കി അങ്ങ് തരും. എന്നാ അഡ്മിറ്റ് ചെയ്തോ. ഇപ്പൊ കുറച്ച് ആശ്വാസം തോന്നണല്ലേ എന്നോട് സംസാരിച്ചപ്പം? ഒരാഴ്ച എന്നോട് സംസാരിക്കുമ്പം മിടുക്കനാവും, ക്ഷണക്കുട്ടനാവും കേട്ടോ. മുമ്പൊക്കോ ബാക്കി അവിടെ ഒന്ന് പൂരിപ്പിച്ചെല്ലാം കൊടുത്തിട്ട് സിസ്റ്ററെ എന്റെ ഏർപ്പാടൊക്കെ ഒരാഴ്ചക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരണം. ഓക്കെ. കണ്ണീ കണ്ടതൊക്കെ ഡോക്ടറോട് വിളിച്ചു പറഞ്ഞപ്പോ സമാധാനമായല്ല. എല്ലാം ഡോക്ടറോട് തുറന്നു എല്ലാം ഉണ്ട്. വയറ് നിറഞ്ഞ അപ്പൊ തന്നെ കക്കൂസേ പോകാൻ തോന്നുന്നു. പുതിയ തലമുറയിലെ മക്കൾക്കുണ്ടല്ലോ അച്ഛന്മാരോടൊന്നും ഒരു പ്രതിബദ്ധതയില്ല. സാറേ മനസ്സ് മാറ്റണതിന് മുമ്പ് ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് പോയാ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ കോള. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.